പുണ്യശ്ലോകനായ ഫ്രാൻസിസ് പാപ്പായുടെ മരണാനന്തര തിരുക്കർമ്മങ്ങൾ അവസാനിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 28 തിങ്കളാഴ്ചയാണ് സ്പെഷ്യൽ എഡിഷൻ സേദ വെക്കാന്തെ സ്റ്റാമ്പ് പോപ്പിന്റെ അസാന്നിധ്യം അറിയിച്ചുകൊണ്ട് വത്തിക്കാൻ പുറത്തിറക്കിയത്. ഒഴിഞ്ഞുകിടക്കുന്ന പേപ്പൽ ചെയറിനെ പ്രതിനിധാനം ചെയ്താണ് പുതിയൊരു പാപ്പ വരുന്നതുവരെ പരമ്പരാഗതമായി പ്രസ്തുത സേദ വെക്കാന്തെ സ്റ്റാമ്പ് ഇറക്കിയിരിക്കുന്നത്. മെയ് 7, 2025 വത്തിക്കാൻ രാഷ്ട്രത്തിന്റെയും ആഗോള കത്തോലിക്ക സഭയുടെയും നിർണായക ദിനമാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് ശ്ലീഹായ്ക്ക് ശേഷം വന്ന ഇടയന്മാരുടെ ചരിത്രത്തിലേക്ക് 267 ഒരു ഏട് കൂടി കൂട്ടിച്ചേർക്കുന്ന ദിനം. ഈസ്റ്റർ തിങ്കളാഴ്ചയാണ് 266 പാപ്പയായ 88 വയസ്സുകാരനായ പോപ്പ് ഫ്രാൻസിസ് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടത്. 12 വർഷം കത്തോലിക്ക സഭയെ നയിച്ച ഫ്രാൻസിസ് പാപ്പായെ അടക്കിയിരിക്കുന്നത് സെന്റ് മേരി മേജർ ബസിലിക്കായിലാണ്. കുരിശുരൂപം മുകളിൽ ഉറപ്പിച്ച ഇടവിട്ട് ചുവപ്പ് സ്വർണ്ണ നിറങ്ങളിൽ ചായം പൂച്ചിയ നിവർത്തിയ കുടയ്ക്ക് കീഴിൽ 2 താക്കോലുകൾ കുറുകെ വച്ചിരിക്കുന്നതാണ് സ്റ്റാമ്പിലെ പ്രധാന ചിഹ്നം. കൂടാതെ വിത്ത് ദ ചെയർ ബീയിങ് വേക്കൻഡ് എന്ന ഇംഗ്ലീഷിൽ അർത്ഥം വരുന്ന സേദ വെക്കാന്തെ എന്നീ പദങ്ങളും വത്തിക്കാൻ സിറ്റി എന്ന് വിളിക്കപ്പെടുന്ന സീത്ത ദെൽ വത്തിക്കാനോ എന്നീ പദങ്ങളും റോമൻ ലെറ്ററിൽ 2025 എന്നുള്ള സംഖ്യയും പതിച്ചിട്ടുണ്ട്. പാപ്പായുടെ ഷെൽട്ടർ എന്നർത്ഥത്തിൽ ആളൊഴിഞ്ഞ നിവർത്തിയ കുടയും സ്വർണവും വെള്ളികൊണ്ടുമുള്ള താക്കോലുകൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പ്രതീകം എന്നർത്ഥത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പോപ്പ് പയസ് 11 വിയോഗത്തെ തുടർന്നാണ് 1939 ചരിത്രത്തിലാദ്യമായി സേദ വെക്കാന്തെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. കോൺക്ലേവിൽ വെച്ച് പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കാലയളവ് വരെ മാത്രമേ വത്തിക്കാനിൽ നിന്നും സേദ വെക്കാന്തെ സ്റ്റാമ്പുകൾ ലഭ്യമാവുകയുള്ളൂ. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.